എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നോടാൻ പോകുന്നത് ത്രോണോസിയുടെ 4 സീരീസിൻ്റെ എപ്പിസോഡ് 37 ഓക്കെ. അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ എല്ലാ ഗ്രൂപ്പിനെയും നിരത്താൻ നിർത്തി. എന്നിട്ട് അങ്ങോട്ട് 5-6 എയർ ബലൂൺസ് വരികയാണ്. അതുകൊണ്ട് എല്ലാവരും അതിശയിച്ച് നൽകുന്നു. അതവിടെ ഒന്ന് ലാൻഡ് ആയി അവരോട് ഓരോ ഗ്രൂപ്പും കയറാനായിട്ട് പറയുന്നുണ്ട്. അവരങ്ങോട്ട് പോകുന്നു. ലിന്നാകട്ടെ ഒരുപാട് ഹാപ്പി. ഇതുപോലെ ഒന്നിൽ കയറാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചതാണ്. ആദ്യമായിട്ടാണ് കയറാൻ വന്നത്. അപ്പോഴേക്കും ഷിയാൻ കയറി നിൽക്കുന്നു. അതുകൊണ്ട് ദശ അങ്ങോട്ട് ഷുവാനി ഇങ്ങറും കയറി വാടെ എന്ന് ഹാവച്ച് അവരങ്ങനെ കയറുമ്പോഴാണ് ഒരു അടിയുടെ സൗണ്ട്. നോക്കുമ്പോൾ ഗാവോനൊരു പെണ്ണിട്ട് അടിക്കുമെന്ന്. അതുകൊണ്ട് അവര് ഞെട്ടിപ്പോയി. അത്രയും പവർഫുൾ ആയ ഒരാളാണ് നിന്ന് അടി വാങ്ങുന്നത്. ഒരു ലുക്ക് ഇട്ടതേ ഉള്ളൂ മാറി. സംഭവം ഗാവോന്റെ വൈഫാണ്. കുറെ നാൾക്ക് ശേഷമാണ് വന്നേ. എന്നാ വന്ന ഉടനെ പോകുന്നു. സ്വാഭാവികവും അവളെ കെട്ടിപ്പിടിച്ച് ഞാൻ വരുമല്ലോ, എന്നെ കുറിച്ച് ന്യൂസ് കേൾക്കാതിരിക്കുന്നതല്ലേ നല്ലതോ. ഒന്നുമല്ല, അത് പറ്റില്ല എന്ന് പറയുമ്പോൾ നേരെ പിടിച്ച് ഒരു ഉമ്മ കൊടുക്കുന്നു. എനിക്ക് ഇതുപോലെ ഒന്ന് കൊടുക്കണം എന്ന് ചെയ്യാ അളിയാ, നിനക്ക് പെണ്ണില്ല. അതിനുശേഷം ബായും പറഞ്ഞ് അവരുടെ അടുത്ത് വന്ന് ഒന്നും അറിയാത്ത പോലെ അവര് നൽകുന്നു. പിന്നെ പോകാനായിട്ട് കമാൻഡ് അവിടെയുള്ള സ്റ്റോൺസ് അത് ആക്റ്റീവായി അവർ പോകാൻ തുടങ്ങി. അവർ നോക്കി നിൽക്കുന്ന അലയൻസിന്റെ അടുത്ത് നിന്ന് അവർ പുതിയ അഡ്വഞ്ചറിനായിട്ട് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് ഇടിമുന്നിലൊക്കെ ഉള്ള ഒരു പ്ലേസിലൂടെ പോകുന്നതാണ്. അവർ പേടിച്ചിരിക്കുകയാണ്. ഗാവ അവരോട് നിങ്ങൾ ഫസ്റ്റ് പോകുന്നത് ഹ്യൂമൻ റൈസ് ബോർഡറിലാണ്, എന്തുകൊണ്ട് ഡീമൺ ഹണ്ടറിലേക്ക് പോകുന്നു എന്നത് പറഞ്ഞുതരാം. ഒരു നൈറ്റ് ടെമ്പിൾ സംരക്ഷിക്കുന്ന ബോർഡർ, അതിന്റെ പേര് ഇംപീരിയൽ ഡ്രാഗൺ ബോർഡർ. ആയിരക്കണക്കിന് മൈൽസിൽ ഒരു പ്ലാന്റ് പോലും ഇല്ല. ഒരു ബാഡ് ടെറൈനാണ്. അവിടെയാണ് അവർ ഗാർഡ് ചെയ്യുന്നത്. ഡിവൈൻ സീലിനായിട്ടാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ കുഴപ്പമില്ല. മാജിക് ടെമ്പിൾ സംരക്ഷിക്കുന്ന ബൗണ്ടറി ഓഫ് ഹിൽസ്, അവിടെ പവർഫുൾ അറ്റാക്ക് മാജിക് പോയ ആൾക്കാരുണ്ട്. അവിടെ ഇപ്പോൾ പീസ്ഫുൾ ആണ്. സതൻ ഫോർട്രസിൽ ഗാർഡ് ചെയ്യുന്നത് വാരിയർ ടെമ്പിൾ, ബീസ്റ്റ് ബോർഡറിൽ സമ്മൺ ടെമ്പിൾ ആണ് ചെയ്യുന്നത്. ഷീലൻ ടെമ്പിൾ അങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നു. പിന്നുള്ളതാണ് ഡീവൻ ഹണ്ട് ബോർഡർ, അവിടെ സംരക്ഷിക്കുന്നത് അസാസിയൻ ടെമ്പിൾ ആണ്. യോമോ മൗണ്ടൈനിലാണ് അത് ലൊക്കേറ്റ് ചെയ്യുന്നത്. അവിടെയാണ് ഡീവൻ ആർമി അറ്റാക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ അങ്ങോട്ട് വിടുന്നത്. പിന്നെ പറയുന്നുണ്ട് അവർക്ക് കോൺട്രിബ്യൂഷൻ പോയിന്റ് കിട്ടാനുള്ള വഴിയാണ് സെൽഫിഷ് കാണിച്ച് പണി വാങ്ങരുത്. അപ്പോഴേക്കും പുറത്ത് എന്തൊക്കെ ക്രീച്ചേഴ്സിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അവൾ നിങ്ങളുടെ ടാസ്ക് തുടങ്ങി എന്ന് പറഞ്ഞു പോയതും അക്കൗണ്ട് ആ എയർ പോലും ഫുള്ളായിട്ട് അങ്ങ് ഷേക്കാവുകയാണ്. എല്ലാവരും തെറിച്ച് വീണു. സംഭവം മറ്റേ ഡീമൺസിന്റെ അറ്റാക്ക് ആയിരുന്നു. രണ്ട് വശത്ത് നിന്നുമായിട്ട് അവർ അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർ തെറിച്ച് പുറത്തേക്ക് പോകുന്ന അവസ്ഥ. ഗാവോ ഇതിലൊന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇടപെടാനേ നോക്കുന്നില്ല. ഇത് അവരുടെ ടാസ്ക് ആണല്ലോ. ഹായുവിന്റെ വിൻഡ് അത് യൂസ് ചെയ്ത് ഫ്ലോട്ടിങ് ആക്കിയിട്ട് അവരകത്ത് എങ്ങനെയോ കയറി. എന്നാൽ അധികം നേരം ഹായുവിന് കഴിയില്ല. പ്രശ്നം എന്താണെന്ന് തുടർച്ചയായിട്ടുള്ള അറ്റാക്ക്, കൂടാതെ ഓട്ടോ മോഡ് അത് കംപ്ലൈന്റ് ആയി. മാനുവലായിട്ട് മാത്രമേ ഇനി പോകാൻ കഴിയൂ. ഏകദേശം അതിന്റെ എനർജി തന്നെയാണ് അവരുടെ മാന. ഇങ്ങറിനെ ചെറുപ്പത്തിൽ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയില്ല. അവൾ ട്രൈ ചെയ്യാന്ന് പറയുന്നുണ്ടോ ഡീമൺസിന്റെ അറ്റാക്ക് തടയാൻ. അതുകൊണ്ട് തന്നെ ഹാവച്ചലിനോടും ഇഗ്നറിനെ പ്രൊട്ടക്ട് ചെയ്യാനും ശുവാനി അവരെ ആരും ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടി അകത്ത് തന്നെ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുന്നു. ഹാവച്ചന് സായർ പുറത്തിറങ്ങി പോവുകയാണ്. അങ്ങനെ ഫൈറ്റ് തുടങ്ങി. അകത്ത് ഇങ്ങറിനെ ഹെൽപ്പ് ചെയ്ത് ലിന്നെ അവന്റെ ഫയർ ക്രിസ്റ്റൽ യൂസ് ചെയ്ത് മന കൊടുക്കുമ്പോൾ അവൾ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അകത്തേക്ക് വരുന്ന ഡീമൺസിനെ ശുവാനി ഷിയാനൊക്കെ കൂടി ചേർന്ന് ഫൈറ്റ് ചെയ്യുന്നു. ഹാവച്ചൻ സയറും കൂടി പുറത്ത്. അതെല്ലാം ലെവൽ 4 ഡീമൺസ് ആണ്. അവർ അതിനെ എല്ലാം പിന്നെ കൊല്ലാനായിട്ട് തുടങ്ങി. എന്തെങ്കിലും പറ്റിയല്ല അവർ ജീവൻ പോകുന്നതിന് തുല്യമാണ്. കാരണം അത്ര ഉയരത്തിലാണ്. അങ്ങനെ ഫൈറ്റ് ചെയ്യുന്നതിനിടയിലാണ് വേറൊരു മോൺസ്റ്റർ, അല്ലെങ്കിൽ ഒരു പവർഫുൾ ആയ ഒരു ഡീമൺ വരുന്നത്. അതിന്റെ ലീഡർ എന്ന പോലെ ലെവൽ 5 ഡീമൺ ആണ്. അത് അറ്റാക്ക് ചെയ്യുന്നു. അത് അറ്റാക്ക് ചെയ്ത് മാറിയപ്പോഴായിട്ട് ഒരു സോണിക് വേവ് അത് യൂസ് ചെയ്യുന്നു. അവരെല്ലാവരെയും അഫക്റ്റ് ആക്കി. എയർ ബലൂൺ അൺകൺട്രോൾ ആയിട്ട് താഴേക്ക് പോകുന്നുണ്ട്. ഹാവച്ച ലൈറ്റ് പവർ യൂസ് ചെയ്ത് അങ്ങനെ മാറ്റി അവിടെ തന്നെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അത് പിന്നെ അറ്റാക്ക് ചെയ്യുന്നു. ഇടയ്ക്ക് ലിന്ന് പുറത്തേക്ക് വീഴുന്നുണ്ട്. ആ ഒരു അവസ്ഥ. അതുപോലെ ഹാവച്ച തെറിച്ച് താഴേക്ക് വീണു. അതുകൊണ്ട് സായറൊന്നും നോക്കിയില്ല, നേരെടുത്ത് ചാടി. അവൻ അവിടെ പിടിച്ച് എങ്ങനെയോ നിൽക്കുവാണ്. ലിന്ന് ഇങ്ങർ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. സായർ അവന്റെ കൈ പിടിച്ച് ഞാൻ കൂടെ കാണും. ഏതാ ഹായുവിനെ വെച്ച് വിൻഡ് ഫ്ലോട്ടിങ് ആ സ്കിൽ യൂസ് ചെയ്ത് നല്ലൊരു ചാൻസ് നോക്കാൻ അവൻ പറഞ്ഞിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആ സോണിക് വേവ് പിന്നെ വിടുമ്പോഴാണ് ഹാവച്ചന്റെ ഒരു കാര്യം മനസ്സിലായി. അതിനിടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടെന്ന്. പിന്നെ ഡിവൈൻ ഡിഫൻസ് കൊടുത്തു. അബ്സല്യൂട്ട് ഡിഫൻസ് ഒക്കെ എത്തിച്ച് തടഞ്ഞിട്ട് ആ ചാൻസും ഒക്കെ നേരെ ചെല്ലുന്നു. ഒരടി. അപ്പോൾ തന്നെ സായർ ഇമോർട്ടൽ ഓഫ് സംസാര സ്കിൽ യൂസ് ചെയ്ത് അതുപോലെ ഹാവച്ചൻ മിറാക്കിൾ സോഡിന്റെ പവർ കൂടി ചേർന്ന് നിന്ന് രണ്ട് സൈഡിൽ നിന്ന് ക്രോസ് ആ മൂവില് ആ ലെവൽ 5 ഡീമന് കൊണ്ട് അതപ്പോൾ തന്നെ ഒരു സിഗ്നൽ വിട്ടു. അതോടെ മറ്റു സൈഡിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന മോൺസ്റ്റേഴ്സ് അല്ലെങ്കിൽ ആ ഡീമൺസ് എല്ലാം കൂടി പോകാനായിട്ട് തുടങ്ങി. എങ്ങോട്ട് ഹാവച്ചന്റെ അടുത്തേക്ക്. ആ ഡീമൺ താഴേക്ക് വീണു. അത് പടമായി. ആ ആശ്വാസത്തിൽ നിൽക്കുമ്പോഴാണ് എല്ലാം കൂടി അങ്ങോട്ടേ തോന്നി. അത് വരുത്തിയതാണ്. അവർക്ക് ചുറ്റുമായിട്ട് കറങ്ങിയ അറ്റാക്ക്. അതിൽ നിന്ന് സായറിനെ രക്ഷിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ കൊണ്ട് വേറെ എവിടെ നിന്ന് അറ്റാക്കും നോക്കുമ്പോൾ ഇങ്കറിൻ ടീമുമായിരുന്നു. അവൾ ആ എയർ ബലൂൺ കൺട്രോളാക്കി അത് വെച്ച് അറ്റാക്ക് ചെയ്ത് അവരെ ബ്രേക്ക് ആക്കി. അങ്ങനെ അവരെല്ലാവരും പല സൈഡിലായി. ഹാവച്ച സായറും ഹായും പിന്നെ എയർ ബലൂണിലേക്ക് എത്തുന്നുണ്ട്. ഹായു ഒരുപാട് പവർ കൊടുത്തതുകൊണ്ട് തന്നെ ക്ഷീണിച്ചു. ബാക്കിയുള്ളവരുടെ എയർ ബലൂൺ വന്ന് അറ്റാക്ക് ചെയ്തു. അവരെ തുരത്താനായിട്ട് തുടങ്ങി. അങ്ങനെ നിൽക്കുകയാണ്. അങ്ങോട്ട് ഗാവ് വന്നിട്ട് വെറുതെ ഡീമൺ ഹണ്ട് പാസിലേക്ക് പോകാൻ പറ്റുമോ? എന്നാൽ പെട്ടെന്ന് തീർത്തല്ലോ.
എന്നാ വന്നതും പറഞ്ഞതും മൈൻഡുലാക്കാൻ നിൽക്കുമ്പോഴാണ് ഡേഡേ എന്നെ ഒന്ന് മൈൻഡാക്കടേ അങ്ങനെയാണോ എന്നെ കാണിക്കുക എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും അടിച്ച് പുറത്താക്കി. അവരുടെ ഫൈനൽ ടാസ്ക് ആണ് എന്ന് പറഞ്ഞ് കാട്ടിലേക്ക് വിട്ടു. അതുപോലെ എല്ലാവരെയും യോമ മൗണ്ടനിലേക്ക് എത്തുന്നതിന് മുൻപ് നിങ്ങൾ എത്ര ഡീമൺസിനെ കൊല്ലുന്നു അതുപോലെ ഏത് ടീമിനാണ് ഹയസ്റ്റ് പോയിന്റ് അവർക്ക് 100 പോയിന്റ് വെച്ച് കൊടുക്കും. 3 ഡേയ്സ് ടൈം അവിടെ എത്തണം, ഇല്ലെങ്കിൽ ഫെയിലായി. ഗോൾഡൻ ഷീൽഡ് പോലെ ഉള്ളതുകൊണ്ട് തന്നെ ആർക്കൊന്നും പറ്റിയില്ല. എന്നാൽ പലരും പല സ്ഥലത്തായി പോയി. ടീം ഒന്നാണ് എന്ന് പറഞ്ഞു പോകുമ്പോഴാണ് അവന്റെ തോളിലെ ഒരു ബ്ലഡ് അതുകൊണ്ട് ഷോക്ക്. ഈ സമയത്ത് മറ്റൊരു സൈഡിൽ ഇങ്ങറിനെ പ്രൊട്ടക്ട് ചെയ്ത് പാടുപെടുകയാണ് ലിന്യ. അവന്റെ ഫയർ ക്രിസ്റ്റല് ഒന്ന് ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ ഗേറ്റ് ഓഫ് ലൈഫ് യൂസ് ചെയ്താ എന്റെ ഒരുപാട് എനർജി പോവും, ഞാൻ വീക്കാവും എന്ന് മുയലിനെ കളിപ്പിച്ചിരിക്കുകയാണ് ഇങ്ങർ. അത് പൊട്ടാൻ തുടങ്ങി, നിനക്ക് കഴിയില്ല എന്ന് ചോദിക്കുമ്പോൾ ആര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു പിൽസ് കഴിച്ച് അത് ശരിയാക്കി. എന്നാൽ ഉൾഫൊക്കെ ആകട്ടെ പവേഴ്സ് എല്ലാം കൂടി ചേർത്ത് ഒരുമിപ്പിക്കാൻ തുടങ്ങി. അതിനെ നേരെ വിട്ട് ഒട്ടും കരുതിയില്ല. എന്നാൽ എനിക്ക് വേറെ പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞൊരു പവർ കൊടുത്ത് ആകാശത്തേക്ക് വിട്ട് അത് പൊട്ടി. ലീഡർ നമ്മൾ ഇവിടെ ഉണ്ട് എന്ന പോലെ ഒരു സിഗ്നല് ലീഡർ കണ്ടു എന്തോ. എന്നാൽ ബാക്ക് വഴിയെ പോയ ഡീമൻസ് എല്ലാം കണ്ട് അങ്ങോട്ട് പോന്നു. നോക്കിക്കോ നമ്മുടെ ലീഡർ ഇപ്പോൾ വരും എന്നാ വന്നതാ. ആകട്ടെ ആ ഡീമൻസ് ആയിരുന്നു എല്ലാം കൂടി ഇപ്പോൾ ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ആ ഷീൽഡ് പൊട്ടാൻ തുടങ്ങി. അവസാനം അത് പൊട്ടി അവർക്ക് നേരെ വന്ന് അപ്പോഴേക്കും ഹാവച്ചൻ അവിടെ എത്തി. പിന്നെ അവിടെയുള്ള ഡീമൻസിനെല്ലാം കൊല്ലാനായിരുന്നു തുടങ്ങി. അവർക്ക് അപ്പോഴാണ് ആശ്വാസം ചെയ്തത്. അതുപോലെ സായറെത്തി അവിടെയുള്ള ഡീമൻസിനെ കൊല്ലുന്നു. അവരുടെ അടുത്തുള്ള എല്ലാവരെയും കൊന്നു. അതുകൊണ്ട് വന്ന് പേടിച്ചോടിയ ഡീമൺസ് നേരെ പോകുമ്പോൾ അവിടെ ചെയ്യാൻ വന്ന് ബ്ലോക്കാക്കി. വേറെ സൈഡ് വരുമ്പോൾ ശുവാനി മൊത്തത്തിൽ ട്രാപ്പായി. ആർക്കടെ കൊല്ലണ്ടേ, പിന്നെ അങ്ങോട്ട് അവരെല്ലാവരെ കൊല്ലുകയാണ്. വേറൊരു കാര്യം, ഡീമൺസിനെ കൊന്നാൽ മാത്രമേ അവർക്ക് പോയിന്റ്സ് കിട്ടൂ. അതുകൊണ്ട് തന്നെ ഓരോ ആൾക്കാരെ ഓരോ സൈഡിൽ നിന്ന് കൊല്ലുന്നുണ്ട്. ശുവാനി ഒരു സൈഡിൽ ക്ലിയർ ആക്കി, മറ്റേ സൈഡിൽ ഹാവച്ചന് സായവും. അങ്ങനെ മൊത്തത്തിൽ കഴിഞ്ഞ് ലീഡർ എന്ന് പറഞ്ഞ് വരുമ്പോൾ സായറിലെ നോട്ടം കണ്ട് നൈസായിട്ട് വഴിമാറിപ്പോയി. അവന് കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ലിന്ന കാരണം അവർ ജോയിൻ ആയി. അപ്പോഴേക്ക് ഹായു ലിന്ന ഡീമൺസിന്റെ ബോഡിയിൽ നിന്ന് എടുക്കുന്ന കുറെ ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ കോറ് അത് മുഴുവൻ കഴിച്ചെടുക്കണം, ഒന്നെങ്കിലും വെക്കടാ എന്ന് പറഞ്ഞ് പറയും. അവർ യോമ മണ്ടയിലേക്ക് സെൻട്രലാണ് നോർത്തിലേക്കാണ് പോകേണ്ടത് എന്ന് പറഞ്ഞ് പോകണം. ഈ സമയത്ത് മറ്റേ സൈഡിലെ ബാക്കിയുള്ള ഗ്രൂപ്പ് ഡീമൺസിനെയൊക്കെ അറ്റാക്ക് ചെയ്യണം. അവരുടെ ഫൈറ്റ് കാണിച്ച് പോകുന്നു. അസാസിൻ ടെമ്പിളിലെ ഒരാള് അങ്ങോട്ട് കുറച്ച് പേര് വന്ന് അവരുടെ ടീം എല്ലാവരും നന്നായിട്ട് പോകുന്നുണ്ട്. ആള് എന്ന പവർഫുള്ളായ ഡീംസ് ഇനി വരെ ശ്രദ്ധിക്കണം. വിചാരിച്ചതുപോലെ ഒരു ഡുവൽ ബ്ലേഡ് ഡീമന് കിങ് എന്നൊരു ഡീമന് അങ്ങോട്ട് വരുവാണ്. ഹ്യൂമൻസിന്റെ സ്മെല്ല് മനസ്സിലാക്കി വരുവാണ്. അതൊരു ലെവൽ 6 ആണ്. അതവർക്ക് ഹവറ മനസ്സിലായി. എല്ലാവരും മനസ്സിലായി 2 ലെവൽ ഗ്യാപ്പ് ഉണ്ട്. എന്നാൽ അവരുടെ അടുത്തേക്കാണ് വരുന്നതെന്ന് അറിയില്ല. കാരണം അത് ആരുടെ അടുത്താണ് വരുന്നതെന്ന് മനസ്സിലായിട്ടില്ല. എല്ലാവരും അതിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ തുടങ്ങി. ഇത് ദൂരെ നിന്ന് ടീം കണ്ടിട്ട് നമുക്കും പോവാം. അവരും പോകുന്നു. ആ ഡുവൽ ബ്ലേഡ് ടീം കിങ് ഇതിൽ ആരെ ആദ്യം എടുക്കാം എന്ന് നോക്കിയിട്ട് ഡുവാന്റെ ടീമിലുള്ള അവരെയാണ് ടാർഗറ്റ് ചെയ്തത്. വേറെ വഴിയില്ല അതിനെ കൊല്ലാൻ അല്ലാതെ, അല്ലെങ്കിൽ ജീവൻ തന്നെ പോകും. അതുകൊണ്ട് തന്നെ അവർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അതൊരു ലെവൽ 6 ആണ്. അവർ ലെവൽ 4-3 മാത്രമേ ഉള്ളൂ എന്നതാണ് മറ്റൊരു കാര്യം. അവരെ നോക്കി ഹെൽപ്പ് ചെയ്യാൻ നോക്കി. എന്നാൽ അത് ഡുവൽ ബ്ലേഡ് വെച്ച് കറങ്ങി അറ്റാക്ക് ചെയ്യണം. ഹീലിംഗ് പെണ്ണ് ഹെൽപ്പ് ചെയ്യാൻ നോക്കി. എന്നാൽ കഴിഞ്ഞില്ല. അതിനു മുമ്പ് അവളുടെ പിറകിൽ വന്ന് അറ്റാക്ക് ചെയ്ത് അവളെ സൈഡാക്കി. അതുപോലെ ഡുവാന്റെ ടീമിലുള്ള മുഴുവൻ ആൾക്കാരെയും അറ്റാക്ക് ചെയ്തു. ഇനി അവ മാത്രമേ ഉള്ളൂ. ഇതെല്ലാം കണ്ട് ചിരിക്കുകയാണ് ആ ടീമൻ. അതിൽ ദേഷ്യം വന്നിട്ട് അവൻ്റെ ടീമേറ്റിനെ നോക്കി ആ സോഡ് എടുത്തു, നേരെ ചെല്ലുന്നു. അതും വന്ന് കൂട്ടിടിച്ചു. അവൻ്റെ സോഡ് കുത്തിറങ്ങി. അതിൻ്റെ ഹാർട്ടിൻ്റെ തൊട്ടടുത്താണ് വന്നത്. എന്നാൽ അതിന് കുഴപ്പമില്ല എന്നതാണ് അവനെ അടിച്ച് തെറിപ്പിച്ചു. അതിൻ്റെ പവർ ദൂരെ നിന്ന് അസാസിനെ ആൾക്കാർ മനസ്സിലാക്കി ഡേഞ്ചറാണെന്ന് പറഞ്ഞു പോവുകയാണ്. നിന്റെ മുൻപിൽ വെച്ച് നിന്റെ ആൾക്കാരെ എല്ലാവരും കൊല്ലുന്നത് കാണിക്കും. അവന് മനസ്സിലായി ഇവരുടെ അടുത്ത് നിന്ന് മാറ്റണം എന്ന് കരുതിയിട്ട് അവൻ അറ്റാക്ക് ചെയ്ത് മാറി പോന്നു. അത് ഫോളോ ചെയ്ത് വരും. അവസാനം അടിച്ച് തെറിപ്പിച്ചു. ഹാവച്ച അപ്പോഴേക്കും അവിടെ എത്തി. ഇത് വളരെ സ്ട്രോങ് ആണെന്ന് പറയുമ്പോൾ കുറച്ച് പേര് കൂടി കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് നേരെ വന്ന് അറ്റാക്ക് ചെയ്യാൻ നോക്കി. എന്നാൽ അവൻ്റെ ഡിഫൻസ് സ്കിൽ യൂസ് ചെയ്ത് തടഞ്ഞു. സായറിന്റെ ഒരു അറ്റാക്ക് അവളെ തട്ടി മാറ്റി. അവരുടെ റൊമാൻസ് ഇവർ ആരാണ് ലെവൽ 6 ഡിഫൻസും അതുപോലെ അറ്റാക്കും. കൂടാതെ ഷിയാനും ശുവാനിയൊക്കെ വന്ന് ഡുവാൻ അവരുടെ അതിൻ്റെ ചെസ്റ്റ് നല്ലൊരു ഇഞ്ചുറി ആക്കി. അതിൽ നോക്കിയാൽ മതി. ഹാവച്ച് എല്ലാവരും അവിടെ ടാർഗറ്റ് ചെയ്യാൻ പറഞ്ഞു പോകുന്നു. പിന്നെ അങ്ങോട്ട് നമ്പർ 1 ടീമിന് വേണ്ടി ടീമിന്റെ ഒരു പോരാട്ടമായിരുന്നു. അതിനെ ഏറെ തന്നെ ആക്കുകയാണ് ആ രീതിയിലാണ് ഹാവച്ചന് സായർ ഷുവാനും ഷിയാനൊക്കെ കുടിച്ചേർന്ന അറ്റാക്ക്. ഡുവാൻ ഹെൽപ്പിനായിട്ട് പോയി. എന്നാൽ ലിന്നെ ഷീൽഡ് വെച്ച് തടഞ്ഞു. കാരണം അവനൊട്ടും തന്നെ പറ്റുന്നില്ല. ഈ സമയം ഇങ്ങനെ അവളുടെ ഗേറ്റ് ഓഫ് ലൈഫിൽ നിന്ന് ലെവൽ 6 വജ്രവിയർ ഫോം ചെയ്ത് വിട്ട് ഇവരെല്ലാം പവർഫുൾ ആണ്, വെറുതെ അല്ല നമ്പർ 1 ഡീമൺ ഹണ്ട് ടീമായത് എന്ന് ഡുവാൻ മനസ്സിൽ. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് അറ്റാക്ക്. അതിലൊന്നും ചെയ്യാൻ കഴിയാതെ ഡുവൽ ബ്ലേഡ് ഡീമൺ കിങ് ഒരു ടയർ 6 സ്കിൽ യൂസ് ചെയ്യണം. ചുഴലിക്കാറ്റ് പോലെ കറങ്ങി ഒരുപാട് ബ്ലേഡ് വെച്ചുള്ള അറ്റാക്ക് അത് തടയാനായിട്ട് അവർ നോക്കുന്നുണ്ട്. ഇത് ദൂരെ നിന്ന് വന്ന അസാസിൻ ആൾക്കാർ കണ്ട് നിന്നു. കാരണം ഹാവച്ചൻ ആ ഒരു ഫൈറ്റ് ചെയ്യുന്നുണ്ട്. വെയിറ്റ് ചെയ്യാം, നമ്മുടെ മിസ്സിനെ അവന് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുമോ അന്നത്തെ പോലെ എന്ന് നോക്കട്ടെ എന്ന് പറയുകയാണ്. ആ മാസ്ക്
ആണ്. അവനവൻ്റെ മാക്സിമം എഫേർട്ട് എടുത്ത് അവളെ ഒന്നും ഏൽക്കാതിരിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അവൻ്റെ മുറിവും പറ്റുന്നുണ്ട്. ഇത് സായറും കണ്ട് സങ്കടപ്പെടുവാണ്. ഇതുപോലെ അന്ന് അവൻ ചെയ്ത മാസ്ക് ഇട്ട ആൾ അന്ന് വന്ന ആളായിരുന്നു. അങ്ങനെ നിൽക്കുന്ന ഹാവച്ചൻ ഡീമൺ ചെയ്ത അറ്റാക്കിനെ ലൈറ്റ് പവർ യൂസ് ചെയ്ത് ബ്രേക്കാക്കി. എല്ലാവരും ഓക്കെ അല്ലേ എന്ന് ചെയ്യുമ്പോൾ അവരെല്ലാവരും ഓക്കെയാണ്. അതിന് ഇഞ്ചറി പറ്റി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹാവച്ച പിറകെ ശിവാനി അവളുടെ ആ ഷീൽഡ് വെച്ച് അതിനെ അടിച്ച് തെറിപ്പിച്ച്. പിന്നെ ഹാവച്ചൻ ക്രോസ്, അതുകൂടാതെ അവൾ ആ ഷീൽഡിൽ വെച്ച് പവർ ഏറ്റിട്ട് അത് വിടുവാണ്. അത് തടയാൻ നോക്കി, പിന്നെ ഫോഴ്സിന് വിട്ട് കഴിഞ്ഞില്ല, തെറിച്ച് വീഴാണ്. ആ സമയം നോക്കി ഹാവച്ചൻ സായറും കൂടി ചേർന്ന് രണ്ടുപേരോടെ ചേർന്നുള്ള ഒരു അറ്റാക്ക് അതിൽ നല്ലൊരു ഇഞ്ചറാക്കി താഴേക്ക് വീഴാണ്. രണ്ടുപേരും പവേഴ്സ് എടുത്ത് അവസാനം നേരെ വന്ന് ക്രോസ് ആ അറ്റാക്കിൽ അതിനെ സൈഡാക്കി കൊന്നളഞ്ഞു താഴെ കിട്ടു. ഇത് അവർ കണ്ടിട്ട് നല്ല ടാലന്റ് ഉണ്ട്, അവന് മിസ്സിനെ അവൻ നോക്കിക്കോളൂ എന്ന് മനസ്സിലായ അസാസിൻ ആൾക്കാർക്ക് അവർ നോക്കുമ്പോൾ ഒരു ലെവൽ 6 ഡുവൽ ബ്ലേഡ് ഡീമൻ കിങ്ങിനെയാണ് കൊന്നിട്ടേക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഹാപ്പി. അങ്ങനെ സംസാരം അവൾ ജയിന്റ് കൂടി ഷീൽഡിലെ മാസ്റ്ററായി എന്ന് ഹാവച്ചന് ഡുവാൻ വന്നിട്ട് നന്ദി പറയുന്നുണ്ട്. ഇനി വല്ല ഹെൽപ്പ് ഉണ്ടെങ്കിൽ അവർ കാണും, അവരുടെ ടീമിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോട്ടെ എന്ന് പറഞ്ഞ് അവർ പോയി. അവരവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം അവർ പോകുന്നതാണ്. ദിവസങ്ങൾ പോകുന്നുണ്ട്. അവരുടെ ഹെൽപ്പ്, വിശ്വാസം, കൂട്ടായ്മ എല്ലാം കൂടി ചേർന്നാണ് ഈ ഗെയിം. ആയിരക്കണക്കിന് വർഷം കൊണ്ട് നടക്കുന്ന ഈ വാറ് ഇവർ ഒരു വഴി തിരഞ്ഞെടുത്ത് അതിലേക്ക് എത്തും, അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തുകയും ചെയ്യും എന്ന് അസാസിലെ ആ മാസ്ക് ഇട്ടാണ്. ഹാവച്ചൻ കുറച്ചും ദൂരം നടന്നപ്പോൾ തന്നെ ടീംസ് എല്ലാവരും ആ ഡീമൺ ഹണ്ട് ബോർഡർ കണ്ടു. കുറച്ച് ദൂരമുണ്ട് അങ്ങോട്ട്. ഗാവോ എയർ ബലൂൺ വന്നിട്ട് ഇനി 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ, ഇല്ലെങ്കിൽ ടീം ഡിസ്ബാൻഡ് ആകും. എന്നാൽ ലെവൽ 6 ഡീമനെ കൊന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്കാണ് പോയിന്റ് കൂടുതൽ. ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് 100 കോൺട്രിബ്യൂഷൻ പോയിന്റ് ആൾക്കാർക്ക് വെച്ച് കൊടുത്തു. പിന്നെ കേൾക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ്. ആ ബോർഡറിൽ കാണിക്കുന്നത് അവർ അത്ര അലർട്ടായിട്ടാണ് ഉള്ളത്. പിന്നെ ഡീമൺ ഹണ്ട് ടീം വരുന്നുണ്ടെന്ന് പറയുകയാണ്. അവരങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.